കേരളത്തിലെ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന ഐസോഫെയിൻ ഇൻസുലിനിൽ ആശങ്ക. രാജസ്ഥാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ പരിശോധനയിൽ നിലവാരമില്ല എന്ന് കണ്ടെത്തിയ ബയോകോൺ ഐസോഫെയിൻ ഇൻസുലിനാണ് സംസ്ഥാനത്തെ ആശുപത്രികളിലും ഉപയോഗിക്കുന്നത്. രാജസ്ഥാൻ സർക്കാരിന്റെ നിരോധന ഉത്തരവിന് പിന്നാലെ കേരളത്തിൽ ഉപയോഗിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ഇൻസുലിനുകളുടെ ഗുണനിലവാരം പരിശോധിക്കണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. രാജസ്ഥാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ റിപ്പോർട്ടാണ് ആശങ്കയാകുന്നത്. 2018 രാജസ്ഥാനിലെ സർക്കാർ അംഗീകൃത ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ബയോകോൺ ബയോളജിക്സ് ലിമിറ്റഡ് കമ്പനി പുറത്തിറക്കിയ ഐസോഫെയിൻ ഇൻസുലിൻ്റെ ഒരു ബാച്ചിലെ മരുന്നിന് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയത്. തുടർന്ന് രാജസ്ഥാൻ സർക്കാർ ഈ വിഭാഗത്തിൽപ്പെട്ട ഇൻസുലിൻ 2 വർഷത്തേക്ക് നിരോധിക്കുകയും ചെയ്തു. ഇതേ കമ്പനിയുടെ ഇൻസുലിനാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും ഉപയോഗിക്കുന്നത്. ആശങ്ക ഒഴിവാക്കാൻ സംസ്ഥാനത്തെ ഈ വിഭാഗത്തിൽപ്പെട്ട ഇൻസുലിൻ്റെ ഗുണനിലവാര പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇൻസുലിൻ്റെ ഗുണനിലവാരം പ്രധാനമാണ്. ജീവരക്ഷാ ഔഷധമായതുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ഈ പറയുന്ന ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ഇൻസുലിൻ ഇന്ത്യൻ വിപണിയിൽ ഉള്ളതാണ്. അപ്പോൾ അത് മാനുഫാക്ചറിങ്ങിൽ വന്ന കുഴപ്പമാണോ അതോ ട്രാൻസ്പോർട്ട് ആൻഡ് സപ്ലൈയിൽ വന്ന കുഴപ്പമാണോ എന്ന് പരിശോധിക്കണം. കൃത്യമായി ഗുണനിലവാരം ഉറപ്പുവരുത്താനായിട്ടുള്ള ക്രമമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകുന്നതും തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ നല്ലതാണ്. രാജസ്ഥാനിൽ ഒരു ബാച്ചിലെ ഇൻസുലിനാണ് ഗുണനിലവാരമില്ലെന്ന് തെളിഞ്ഞതെങ്കിലും സംസ്ഥാനത്തെ ഐസോഫെയിൻ ഇൻസുലിനുകളിൽ അപാകതയില്ലെന്ന് ഉറപ്പാക്കാൻ പരിശോധന വേണമെന്ന അഭിപ്രായമുണ്ട്. രാജസ്ഥാൻ സർക്കാരിന്റെ ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ടെന്നും കമ്പനിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അധികൃതർ പ്രതികരിച്ചു. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന ഐസോഫെയിൻ ഇൻസുലിന് പ്രശ്നമുണ്ടെന്നല്ല, പ്രശ്നമില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഗുണനിലവാര പരിശോധന അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുകയാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുണ്ട് തത്സമയം. രാഹുൽ, ഗുഡ് മോർണിംഗ്. വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ. കാരണം സംസ്ഥാനത്തും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരേ ബാച്ചിലുള്ള മരുന്നുകളാണ് എങ്കിൽ, ഒരേ നിർമ്മിതിയാണ് എങ്കിൽ പിന്നെ എങ്ങനെ ഇത് വ്യത്യാസപ്പെട്ടിരിക്കുമെന്നതാണ്. അതിൽ എന്താണ് ഇനി ചെയ്യാൻ കഴിയുക? മോത്തി, ഗുഡ് മോർണിംഗ്. എന്തായാലും അത്തരമൊരു ആശങ്ക തന്നെയാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നത്, അതിന് മറുപടി തേടാൻ ശ്രമിക്കുന്നത്. കാരണം 2018 ഇത്തരം 18-19 കാലഘട്ടത്തിലാണ് രാജസ്ഥാനിൽ ഈ ഇൻസുലിനുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ഗുണനിലവാരമില്ല എന്ന് കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ കമ്പനിയുടെ പ്രതികരണം രാജസ്ഥാൻ സർക്കാർ ആരായുന്നുണ്ട്. കൃത്യമായ പ്രതികരണം നൽകാൻ അവർക്ക് കഴിയുന്നുമില്ല. അങ്ങനെയാണ് ഈ ഇൻസുലിൻ 2 വർഷത്തേക്ക് നിരോധിക്കാനുള്ള തീരുമാനം 2026 3-ാം മാസം, അതായത് മാർച്ച് മാസം ഒരു ഉത്തരവായി രാജസ്ഥാൻ ഗവൺമെന്റ് പുറത്തിറക്കുന്നത്. അത് പബ്ലിക് ഡൊമൈനിലുള്ളതാണ്, പൊതുസമൂഹത്തിലുള്ള എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഉത്തരവും തന്നെയാണ്. അങ്ങനെ രാജസ്ഥാൻ ഗവൺമെന്റ് നിരോധിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതേ കമ്പനി ബയോകോണിന്റെ ഐസോഫെയിൻ ഇൻസുലിൻ തന്നെയാണ് വാങ്ങുന്നത്. പല ആശുപത്രികളിലും ഇത് തന്നെയാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം രാജസ്ഥാൻ ഗവൺമെന്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ നമ്മൾ അതിന്റെ ഗുണനിലവാര പരിശോധന നടത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് മാതൃഭൂമി ന്യൂസ് ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഇത്തരത്തിൽ അത് ഏത് ബാച്ചും ആയിക്കൊള്ളട്ടെ, നമ്മൾ ആ കൃത്യമായി ഗുണനിലവാര പരിശോധന നടത്തിയോ എന്ന ചോദ്യം ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്നു. മറ്റൊന്ന്, ഇങ്ങനെ പ്രശ്നമാണെന്ന് കണ്ടെത്തിയ ഒരു കമ്പനിയുടെ ഇൻസുലിൻ അത് നൽകുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ള ചോദ്യവും കൃത്യമായി നിൽക്കുകയാണ്. കാരണം പല പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാജസ്ഥാൻ ഗവൺമെന്റ് ഇത്തരത്തിലൊരു പരിശോധനയുമായി മുന്നോട്ട് പോയത്. കാരണം ഇൻസുലിൻ ജീവൻ രക്ഷാ മാർഗമാണ്. അപ്പോൾ അതിനെന്തെങ്കിലും പോരായ്മ വന്നാൽ അത് ജീവനെ തന്നെയാണ് ബാധിക്കുക എന്നുള്ളത് സംശയമില്ല. നിലവിൽ എന്തായാലും ഈ പറഞ്ഞതുപോലെ ബയോകോൺ ബയോളജിക്സ് എന്ന കമ്പനി പുറത്തിറക്കുന്ന ഐസോഫെയിൻ ഇൻസുലിനാണ്. ഇൻസുജൻ 3070 എന്ന പേരുള്ള ഇൻസുലിനാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. നിലവിൽ നമുക്കുള്ള സംസ്ഥാനത്തുള്ള ആ സ്റ്റോക്കുകൾ ഏത് ബാച്ചാണെന്ന് പരിശോധിക്കണം. ശേഷം അതിൻ്റെ ഗുണനിലവാര പരിശോധന നടത്തിയ ശേഷം മാത്രം രോഗികൾക്ക് കൊടുക്കുക എന്നൊരു കാര്യമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. എന്തായാലും രാജസ്ഥാൻ ഗവൺമെൻറ് കടുത്ത നടപടിയിലേക്ക് പോയിട്ടുണ്ട്. ഈ ഉൽപ്പന്നം, ഈ ഇൻസുലിൻ അത് 2 വർഷത്തേക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുതെന്ന തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിന് മുൻപെടുത്ത ഓർഡറുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളില്ല. അതിനുശേഷം ഈ 2 വർഷത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്കും കമ്പനി കടക്കും. എന്തായാലും KMSCL നിലവിൽ എന്തായാലും ഈ കമ്പനിയോട് ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്, വിശദീകരണം തന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അവർ വിശദീകരണം ഉടൻ തന്നെ വാങ്ങിക്കുകയും ഈ മുന്നോട്ട് ഒരു രോഗിക്കും ഇത്തരത്തിൽ ഗുണനിലവാര പരിശോധന ഇല്ലാതെ ഇൻസുലിൻ കൊടുക്കരുത്, ഐസോഫെയിൻ ഇൻസുലിൻ കൊടുക്കരുത് എന്നുള്ള ഒരു കൃത്യമായ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി.
തീർച്ചയായിട്ടും രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു പരിശോധന ആവശ്യമാണ്. മാതൃഭൂമിയുടെ ഈ വാർത്തയിലൂടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതുകയാണ്. രാജസ്ഥാൻ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നടപടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതേ ഇൻസുലിൻ ഉപയോഗിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തും ഇതിലൊരു നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട, അല്ലേ?